ഹലോ, വെൽക്കം ബാക്ക് ടു മൈ സെറീൻ സ്പേസ്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മളിപ്പോൾ നാട്ടിലാണല്ലോ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്ക ദിവസവും രാവിലെ അമ്പലത്തിൽ പോകുന്നത് ഒരു പതിവാണ് കേട്ടോ. ചെന്നൈയിലാണെങ്കിൽ അങ്ങനെ ഒരു പതിവില്ല. പക്ഷേ നാട്ടിലാണ് എത്ര നാൾ നിന്നാലും മിക്കവാറും ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകും. നമുക്ക് കുറച്ചുകൂടെ അടുത്താണ് അമ്പലങ്ങൾ. പിന്നെ പോയി വരാനും ഒരു പ്രത്യേകതയാണ്. കാരണം കുറച്ചുകൂടെ ഗ്രാമപ്രദേശമായത് കാരണം കുറച്ചുകൂടെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നമ്മുടെ സിറ്റിയിലെ പോലെയല്ല. അപ്പോൾ ഒരു പീസ്ഫുള്ളായിട്ടുള്ള മോർണിംഗ് അടിപൊളിയല്ലേ. ആ ഒരു ദിവസത്തെ ഒരു എനർജി മൊത്തം ആ ഒരു മോർണിംഗിന് തന്നെ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഒരു കീഴ്ക്കാവ് മാതിരി ഒരു കാവുണ്ട്, ഒരു ദേവിയുടെ. അപ്പോൾ അതാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ അവിടെയും കൂടി തൊഴുതിട്ട് ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ കാണിക്കുന്നത് നേരെ കാണുന്ന കേട്ടോ ശ്രീ വിഷ്ണു ക്ഷേത്രം. അത് ഒരു പഴയ ഒരു ക്ഷേത്രമാണ്. നമുക്കവിടെ പോകുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. വിഷ്ണുവാണ്, കൃഷ്ണനാണ്. അപ്പം എൻ്റെ ഇഷ്ടദൈവമായതുകൊണ്ട് തന്നെ അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റി എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങൾ ഉച്ചപൂജയൊക്കെ തൊഴുതിട്ട് നേരെ വീട്ടിൽ വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കൊണ്ടുപോകാനും വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടൊക്കെ ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മൺചട്ടി. അപ്പോൾ അത് അമ്മ മയക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ മോർണിംഗിലെ ഈ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ടെമ്പിൾ വൈബൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് അടുക്കളയിൽ കയറിയപ്പോഴാണ് അമ്മ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടേ. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. കഞ്ഞിവെള്ളം ആണ് ഒഴിച്ചിരിക്കുന്നത്, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിക്കും. തിളച്ച് അതിങ്ങനെ പത പൊങ്ങി അതിൻ്റെ സൈഡിലൊക്കെ ആവും കേട്ടോ. അതങ്ങനെ ആയി കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വറ്റി ഇങ്ങനെ ആയതാണ്. അപ്പോൾ അങ്ങനെയാണ് അമ്മ മയക്കണത്. പിന്നെ അതിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കുമെന്ന് തോന്നുന്നു. പിന്നെ വെറുതെ ഇങ്ങനെ തേച്ച് കഴുകി വൃത്തിയായിട്ട് എടുക്കും. പിന്നെ വെള്ളം ഒഴിച്ചിടും കുറച്ച്. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ വേറൊരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് അടപ്പിൽ വെച്ചില്ല കേട്ടോ. ഈ സാധനം പൊട്ടുവെള്ളരിയാണ്. ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയണം. ഞാൻ എറണാകുളം ഭാഗത്ത് മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളൂ, വേറെ എങ്ങും കണ്ടിട്ടില്ല. പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞൊരു സാധനം. അത് നമുക്ക് ഇങ്ങനെ തന്നെ പൊട്ടി വരും. അതാണ് അതിന് അങ്ങനെ പേര് പറയണേ. എന്നിട്ട് അത് നമുക്ക് ആ പാകമാകുമ്പോൾ തന്നെ പൊട്ടി വരും. ചിലത് മിക്കവാറും പൊട്ടി വരും, ചിലത് പൊട്ടില്ല. പക്ഷേ നമുക്കിങ്ങനെ നെക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ കുരു എടുക്കാതെ കാമ്പ് മൊത്തം എടുത്തിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാം. ഇനി പഞ്ചസാര ഇട്ടില്ലെങ്കിൽ പോലും കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പഞ്ചസാര ഇട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ലൂസായിട്ട് ഇങ്ങനെ കുടിക്കാനും പറ്റും കേട്ടോ. ഭയങ്കര നല്ലതാണ് ചൂടിന്. അപ്പോൾ ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ പഴമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ഇവിടെ കോട്ടയത്തൊക്കെ നാട്ടുമാങ്ങയാണ്. ഞങ്ങൾ എറണാകുളത്ത് ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ട്. ഈ പേര് എറണാകുളം ഭാഗത്തൊക്കെ എന്തായാലും എല്ലാവർക്കും അറിയാൻ പറ്റും. അല്ലാത്ത സ്ഥലത്തൊക്കെ ഈ പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മാങ്ങയായിരിക്കും. ഇതിലും കുറച്ചുകൂടെ ചെറുതായിരിക്കും. ഇങ്ങനെ കൊല പോലെ ആയിരിക്കും അത് ഉണ്ടാവുക. അപ്പം അത് ഇങ്ങനെ നമ്മൾ ഈ മൊത്തി കുടിക്കുന്ന മാങ്ങയില്ലേ, അത് ആ ഒരു മാങ്ങയാണ്. ഇതിലും കുറച്ചുകൂടെ നാരുണ്ടാവും. ഒരുപാട് നാരുണ്ടാവില്ല. പക്ഷേ ഈ പുളിശ്ശേരി വെക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് ഉള്ളത് ഈ ചന്ദ്രക്കാരൻ മാങ്ങയാണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒരു മാങ്ങയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ചന്ദ്രക്കാരൻ മാങ്ങ ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എറണാകുളത്ത് പോയപ്പം. അപ്പോൾ നമ്മുടെ നാട്ടുമാങ്ങയായിരുന്നു അവൈലബിൾ. നമ്മൾ അതിലുണ്ടാക്കുകയാണ്. ഇതിന് രുചിക്കുറവൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇതിനധികം നാരുമില്ല. ഇതൊരു നല്ല മാങ്ങയാണ് കേട്ടോ, നാരുമില്ല. ഇതിൻ്റെ മാങ്ങയുടെ തൊലിക്ക് ഒട്ടും കട്ടിയില്ല കേട്ടോ. അപ്പോൾ നല്ല മാങ്ങ ഫ്ലഷ് അതിൽ നന്നായിട്ടുണ്ട്, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും കുറച്ച് ശർക്കരയും നെയ്യൊക്കെ ചേർത്ത് ആദ്യം പൊടികളും കൂടി ഇട്ട് വേവിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴമാങ്ങ പുളിശ്ശേരി ചെന്നൈയിൽ വെച്ച് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം മാങ്ങ നല്ലത് നമുക്ക് കിട്ടിയില്ല. നമ്മളുടെ ആ ഏരിയയിൽ കിട്ടാഞ്ഞിട്ടായിരിക്കുള്ളൂ. പിന്നെ ഷൈച്ചേട്ടന് ഭയങ്കര പേടിയാണ് ഈ മാങ്ങ നല്ലതാണോ എന്നുള്ളത്. മിക്കവാറും വാങ്ങിക്കുമ്പോഴൊക്കെ ഈ ഉള്ളിൽ വെള്ള കളറിലും ഒക്കെ ഇരിക്കുന്ന മധുരം ഒന്നുമില്ലാത്ത മാങ്ങയാണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ
അത് അത്രയും ശരീരത്തിന് ഒട്ടും നല്ലതല്ല ഇങ്ങനെ പഴുപ്പിച്ച മാതിരി മഞ്ഞ കളറാക്കി കൊണ്ടുവരണേ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിക്കാറുമില്ല, കഴിക്കാറുമില്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ആ ഒരു കുറവ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നപ്പോൾ തൊട്ട് നമ്മൾ പോവാറായിട്ടുണ്ട് അപ്പോൾ വരെ മാങ്ങ ഇഷ്ടം പോലെ ആയിരുന്നു കഴിക്കാനായിട്ട്. ശരിക്കും മാങ്ങ കഴിച്ച് തന്നെ ഞാൻ 2-3 കിലോ കൂടിയെന്നാണ് എനിക്ക് തോന്നണേ. അത്രയും മാങ്ങ നമുക്ക് കിട്ടുകയും ചെയ്തു, കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ എല്ലാത്തിൻ്റെയും തൊലി ഇങ്ങനെ ഒലിച്ചെടുക്കും കേട്ടോ. നന്നായിട്ട് പഴുത്ത മാങ്ങയല്ലേ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുക. അപ്പം ഞാനിങ്ങനെ ചെത്തിക്കളയില്ല, തൊലി അങ്ങ് ഒലിച്ചങ്ങനെ എടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ്. അതിലിനി കുറച്ച് പച്ചമുളകും കാന്താരി ഉണ്ടായിരുന്നു, ഞാൻ ഓർത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ പച്ചമുളക് തന്നെ ചേർത്തു. പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കും. അപ്പോൾ അതിൽ ഇത്തിരി നെയ്യും ശർക്കരയും കൂടെ ഞാൻ ആദ്യമേ തന്നെ ചേർക്കും കേട്ടോ. എന്നിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ തേങ്ങ ജീരകം ഇട്ടിട്ട് അരച്ചൊഴിച്ച് പിന്നെ താളിച്ചെടുക്കണേ. അപ്പോൾ പിന്നെ തേങ്ങ അരച്ചൊഴിച്ച് തൈരും കൂടെ ചേർക്കുക. തൈരും കൂടെ ചേർത്തിട്ടാണ് താളിച്ചൊഴിച്ചിട്ടെടുക്കണേ. അപ്പോൾ താളിക്കുമ്പോഴും ഞാൻ ഇതിൽ അരയ്ക്കുമ്പോൾ നമ്മുടെ കുരുമുളക് പൊടി ആദ്യമേ തന്നെ ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. പിന്നെ അരയ്ക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. ആ വെളുത്തുള്ളി എപ്പോഴും ഞാൻ താളിക്കുമ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൽ പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം ചേർത്ത് കുറച്ച് ഉലുവ ആദ്യം ചേർക്കും. അതിപ്പോൾ മോരുകറിയിൽ മസ്റ്റായിട്ടുള്ള സാധനമാണല്ലോ. അത് ഒരു മേമ്പൊടിക്ക് കുറച്ച് കായവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ എപ്പോഴും താളിക്കാറ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ മോരുകറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കായം ഇടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കായം കൂടെ ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കുള്ളൂ മോരുകറിക്ക്. അപ്പോൾ നമ്മുടെ മാങ്ങ വെന്ത് തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെന്ത് തുടങ്ങി, തിളച്ചു തുടങ്ങി. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി മോരുകറിയാക്കി എടുക്കാം. കണ്ടോ, ഞാൻ തൈരും എല്ലാം ഒഴിച്ച് താളിച്ചൊഴിച്ച് നമ്മുടെ മോരുകറി റെഡിയായിട്ടോ. അപ്പോൾ ഇതുപോലൊരു ചട്ടി, മൺചട്ടി ഉണ്ടല്ലോ, അതെനിക്ക് ഉണ്ടായിരുന്നില്ല നമ്മുടെ ചെന്നൈയിൽ. അപ്പം ഞാൻ അതുപോലൊരു കുഞ്ഞി ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വലുതാണ്, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾ 2 പേരല്ല 3 പേരുണ്ട്. പക്ഷേ പാറു ഇപ്പം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ചെറിയ ചട്ടി പോരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലൊരു ചെറിയ ചട്ടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതും അമ്മ മയക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് എറണാകുളത്തേക്ക് വന്നു. അപ്പം അവിടെ വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് വന്നു കേട്ടോ. നമ്മുടെ വണ്ടി വാങ്ങിച്ചിട്ട് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വണ്ടി ഒക്കെ കാണാനായിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ അനിയത്തിയൊക്കെ ഞങ്ങൾ വരുമ്പോൾ വരും. അപ്പോൾ അനിയത്തിയും എല്ലാവരും കൂടെ, ഒരാളേ ഉള്ളൂ ഇപ്പോൾ, ഒരാളെ വന്നിട്ടുള്ളൂ. മറ്റേ ആൾക്ക് ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ ഓഫീസിലാണ്. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നു. അങ്ങനെ ഒന്ന് സമാധാനമായിട്ടൊന്ന് എവിടെ നടക്കാമെന്ന് വിചാരിച്ചപ്പം നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ആ റൗണ്ടിന് ചുറ്റും ഒന്ന് ചുറ്റിയടിച്ചപ്പോഴാണ് ഇതുപോലെ ഈ പെനി ഐസ് അല്ല, ഇത് വേറൊരു പേരായിരുന്നു. അപ്പോൾ ഐസ് സ്റ്റിക്കിൻ്റെ ഈ ഷോപ്പ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ടോ. അപ്പോൾ പാറും അമ്മണും എല്ലാ പിള്ളേരൊക്കെ, ഇത് അമ്മണുമാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയായി. പക്ഷേ ഞങ്ങൾ അമ്മയും മക്കളും എല്ലാവരും കഴിച്ചു കേട്ടോ. പേരക്കുട്ടികളും എല്ലാവരും സാധനം കഴിച്ചു. പല ഫ്ലേവറുണ്ട് അവിടെ. ഭയങ്കര എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ബിസ്കോഫ് എന്ന് പറഞ്ഞ ഫ്ലേവറാണ് കഴിച്ചത്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് നല്ല രസമുണ്ടായിരുന്നു. അതിനുള്ള ബിസ്ക്കറ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ആ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ പാറു വേറെയാണ് പറഞ്ഞത്. പാറു ഇത് എന്തോ ഐസ് ക്യാൻഡിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഫ്ലേവറാണെന്ന് തോന്നുന്നു. അല്ല, കോട്ടൺ ക്യാൻഡി എന്ന് പറഞ്ഞ ഫ്ലേവറായിരുന്നു അവൾ പറഞ്ഞത്. അത് 2 കളറ് വന്നിട്ടായിരുന്നു. ഈ ബ്ലൂവും ഒരു പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളത്, യൂണിക്കോണിൻ്റെയൊക്കെ ഒരു കളർ പോലെ. അപ്പോൾ അവിടുത്തെ വോളിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ എല്ലാം അടുത്ത് പോയി ഇങ്ങനെ വായിച്ചൊക്കെ നോക്കുമായിരുന്നു. രസമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് നടന്ന് പിന്നെ ഞങ്ങളപ്പോൾ തന്നെ തിരിച്ചു പോയിട്ടോ. എന്നാലും നമുക്ക് റിഫ്രഷ്മെൻ്റ് ആണല്ലോ. നമ്മൾ ഇതിൻ്റെ ചുറ്റും ഇതുപോലെ ഇതായിരുന്നു കേട്ടോ. സ്കാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പായിരുന്നു.
അപ്പോൾ നല്ല ഫ്ലേവേഴ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അധികം റേറ്റും ഇല്ല, നമുക്ക് എല്ലാവർക്കും കൂടെയൊക്കെ വന്ന് നമുക്കിങ്ങനെ സമാധാനമായിട്ടിരുന്ന് കഴിക്കാം. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പം എല്ലാവരും കൂടെ എപ്പോഴും കാണുന്നുമില്ലല്ലോ. നമ്മൾ ഇവിടെ നാട്ടിൽ വരുമ്പോഴല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ 2 സിസ്റ്റേഴ്സും അച്ഛനും അമ്മയും എല്ലാവരും കൂടെയാണ് കൂടാറ്. ഞങ്ങളെപ്പോഴും മിസ്സിങ് ആയിരിക്കും. അപ്പോൾ പാറുവിനാണെങ്കിലും എല്ലാവരുടെയും കൂടെ കൂടുന്ന ഇപ്പോൾ ഷൈച്ചൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവരും കൂടെ കൂടുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക സന്തോഷമല്ലേ നമ്മളെ ഫാമിലി എല്ലാവരും കൂടെ കൂടുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം സൺ റൂഫിൽ കയറി അവരിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞുണ്ണി ഉണ്ടായിരുന്നു. ഇത് ഒരു സിസ്റ്ററിൻ്റെ മോനാണ് കേട്ടോ, ആൾ വന്നിട്ടില്ല ഇപ്പം. അപ്പം ആൾക്കും കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അധികം വൈകാതെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാട്ടിലെ വീണ്ടും കുറച്ച് വിശേഷങ്ങളായിട്ട് അടുത്ത വ്ലോഗിലൂടെ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. പുതിയ നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം.